നമസ്കാരം. ക്വാണ്ടം ലോകത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മാനിഫെസ്റ്റേഷനെ തടയുന്ന ആ 8 തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ ഇരുണ്ട വികാരങ്ങളെ പുറന്തള്ളി നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച പ്രക്രിയ നിങ്ങൾ പൂർത്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഓർക്കുക, ഒരു പാത്രം വൃത്തിയാക്കുന്നത് എന്തിനാണ്? അതിൽ പുതിയതെന്തെങ്കിലും നിറയ്ക്കാൻ വേണ്ടിയായിരിക്കാം. ഇന്ന് നമ്മൾ കടക്കുന്നത് നമ്മുടെ ക്വാണ്ടം യാത്രയുടെ ഏറ്റവും ആവേശകരമായ ഒരു ഘട്ടത്തിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും സന്തോഷവും നന്മകളും ഒരു കാന്തം പോലെ വലിച്ചെടുപ്പിക്കുന്ന ആ മാഗ്നറ്റിക് ഫ്രീക്വൻസികൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ എന്നും എൻ്റെ കൂടെ ഉണ്ടാകാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോയിലെ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഉറപ്പാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ വഴി ഒരുപക്ഷെ ഒരാളുടെ ജീവിതമാകാൻ മാറാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഒന്നാമത്തെ താക്കോൽ കൃതജ്ഞതയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ കൃതജ്ഞത എന്നത് ഇറ്റ്സ് ആൻ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് റിസീവർഷിപ്പ് ആണ്. സ്വീകരണത്തിന്റെ അത്യുയർന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? എനിക്കിത് ലഭിച്ചു കഴിഞ്ഞു എന്നതാണ്. ക്വാണ്ടം ഫീൽഡിൽ ലഭിച്ചു എന്ന സിഗ്നൽ നൽകുമ്പോൾ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭൗതികമായി കടന്നു വരാൻ തുടങ്ങുന്നു. ഇത് വെറും ഒരു വാക്കല്ല എന്ന് മനസ്സിലാക്കാൻ ഈ 2 ഉദാഹരണങ്ങൾ നോക്കുക. ഒന്ന്, ഒരു റിപ്ഡ് പോക്കറ്റ്, കീറിയ പോക്കറ്റിലെ അത്ഭുതമാണ്. ഒരിക്കൽ ദരിദ്രനായ ഒരു മനുഷ്യൻ തന്റെ കീറിയ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ആകെ ഉണ്ടായിരുന്ന 1 രൂപ മാത്രമായിരുന്നു. സാധാരണ ആരെങ്കിലും ആണെങ്കിൽ ഇത്രയേ ഉള്ളല്ലോ എന്ന് സങ്കടപ്പെടുകയുള്ളൂ. എന്നാൽ അദ്ദേഹം ആ 1 രൂപ കയ്യിലെടുത്ത് കണ്ണുകളടച്ച് പ്രപഞ്ചത്തോട് പറഞ്ഞു, എനിക്ക് ഈ 1 രൂപ തന്നതിന് നന്ദി. ഇത് കൈവശം വയ്ക്കാൻ എനിക്ക് യോഗ്യത നൽകിയതിന് നന്ദി. അദ്ദേഹം ഈ ഇല്ലായ്മയിൽ സങ്കടപ്പെട്ടില്ല, മറിച്ച് ആ 1 രൂപയുടെ സാന്നിധ്യത്തിൽ സന്തോഷിച്ചു. ഹൃദയം തുറന്ന് സന്തോഷിച്ചു. ഒരു അഭിനയമായിരുന്നില്ല. ആ നന്ദി പ്രകടനം അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ മാറ്റി. ദിവസങ്ങൾക്കുള്ളിൽ പുതിയ അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ആ 1 രൂപ 1 കോടി രൂപയിലേക്കുള്ള ഒരു വിത്തായി മാറി. കാരണം അദ്ദേഹം പ്രപഞ്ചത്തിന് നൽകിയത് സമൃദ്ധിയുടെ സിഗ്നലായിരുന്നു. രണ്ടാമത്തെ ഒന്ന്, ദ ഗിഫ്റ്റ് ഓഫ് ബ്രത്ത്. ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരാൾക്ക് ഒരു ദിവസം ശ്വസിക്കാൻ ലക്ഷങ്ങൾ ചെലവാകുന്നു. എന്നാൽ നമ്മൾ ഓരോ ദിവസവും സൗജന്യമായിട്ടാണ് ശ്വസിക്കുന്നത്. ഒരിക്കൽ ഒരു വൃദ്ധൻ ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ചിറങ്ങിയപ്പോൾ ബില്ല് കണ്ട് കരയാൻ തുടങ്ങി. ഡോക്ടർ ചോദിച്ചു, പണമില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ല ഡോക്ടർ, വെറും ഒരു ദിവസം ശ്വസിക്കാൻ ഇത്രയും പണം നൽകേണ്ടി വരുമെങ്കിൽ കഴിഞ്ഞ 80 വർഷം എനിക്ക് സൗജന്യമായി ശ്വാസം തന്ന ഈ പ്രപഞ്ചത്തോട് ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. ഉറക്കമുണരുമ്പോൾ ഇന്ന് എനിക്ക് എന്തിനൊക്കെ നന്ദി പറയാമെന്ന് ചിന്തിക്കുക. എന്തിനെക്കുറിച്ചൊക്കെ പരാതി പറയാമെന്നല്ല, എന്തിനെല്ലാം നന്ദി പറയാമെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങളെ അനുഗ്രഹിക്കുക. നിങ്ങൾ എന്തിനെയാണോ ബഹുമാനിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വാട്ട് യു അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ്സ്. അതാണ് സുഹൃത്തുക്കൾ. നമ്മുടെ രണ്ടാമത്തെ താക്കോൽ സ്നേഹമാണ്. മിക്കവരും സ്നേഹത്തെ ഒരു വികാരമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ ക്വാണ്ടം സയൻസിൽ സ്നേഹം എന്നത് ഒരു ഹൈ ഫ്രീക്വൻസി എനർജി സ്റ്റേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തിന് തലച്ചോറിനേക്കാൾ ശക്തമായ ഒരു വൈദ്യുത കാന്തിക മണ്ഡലം, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ്. അപ്പൊ അത് ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പവർ തലച്ചോറിനേക്കാൾ 60 മടങ്ങ് കൂടുതലാണ്. ഹൃദയത്തിന്റെ മാഗ്നറ്റിക് പവർ തലച്ചോറിനേക്കാൾ 5000 മടങ്ങ് ശക്തമാണ്. നിങ്ങൾ സ്നേഹം, അനുകമ്പ തുടങ്ങിയ വികാരങ്ങളിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരു കൊഹിറൻസ് റിതം, ക്രമബദ്ധമായ ഒരു താളം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതൊരു റേഡിയോ സ്റ്റേഷൻ കൃത്യമായി ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്. ഞാൻ മുമ്പുള്ള പല
വീഡിയോസിലും പറഞ്ഞതുപോലെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലുകൾ പ്രപഞ്ചത്തിലെ ക്വാണ്ടം ഫീൽഡുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആകുകയാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങൾ ഒരേ താളത്തിൽ നൃത്തം ചെയ്യുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്താഗ്രഹിച്ചാലും പ്രപഞ്ചം അത് പെട്ടെന്ന് തിരിച്ചറിയുന്നു. കാരണം സ്നേഹം എന്നത് പ്രപഞ്ചത്തിന്റെ മാതൃഭാഷയാണ്. ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ് താനും. ഒരു മുറിയിൽ ഒരേപോലെ ട്യൂൺ ചെയ്ത രണ്ട് വയലിനുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിൽ ഒരു വയലിലെ കമ്പിയിൽ മാത്രം തൊട്ടാൽ മതി, മുറിയിലെ അപ്പുറത്തിരിക്കുന്ന രണ്ടാമത്തെ വയലിലെ അതേ കമ്പി തനിയെ ചലിക്കാൻ തുടങ്ങും. ഇതിനെയാണ് ശാസ്ത്രം റിസൊണൻസ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ആ ഫ്രീക്വൻസി, ദ ഫ്രീക്വൻസി ഓഫ് ലവ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ നന്മകളുമായി നിങ്ങൾ റെസൊണൻസിൽ ആവുകയാണ്. നിങ്ങൾ സ്നേഹത്തോടെ നടക്കുമ്പോൾ സ്നേഹമുള്ള മനുഷ്യർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ വെറുപ്പോടെ നടന്നാൽ വെറുപ്പുള്ള മനുഷ്യർ നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ അടുക്കിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുമ്പോൾ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒരു അനുഗ്രഹം ഉണ്ടാകാത്തത്, ഭാഗ്യം ഉണ്ടാകാത്തതെന്ന്. പരിശോധിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ സ്നേഹത്തിന് പകരം വെറുപ്പോ പരാതിയോ ആണ് അയച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വെറുപ്പിന്റെ ഫ്രീക്വൻസിയിൽ ഇരുന്നു കൊണ്ട് സ്നേഹത്തിന്റെ ഫലം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നതാണ്. യഥാർത്ഥ സ്നേഹം എങ്ങനെ ദൂരങ്ങളെ മറികടക്കുന്നുവെന്ന് ഒരു ഉദാഹരണം കൂടെ പറയാം. വിദേശത്ത് പഠിക്കുന്ന ഒരു മകന് പെട്ടെന്നൊരു അപകടം പറ്റി, ആശുപത്രിയിലായി. നാട്ടിലുള്ള അമ്മച്ചിക്ക് അതറിയില്ലായിരുന്നു. പക്ഷെ അന്ന് രാത്രി ആ അമ്മയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവർ പ്രാർത്ഥിച്ചു, ആ സ്നേഹം മുഴുവൻ മകനിലേക്ക് അയച്ചു. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ബോധമില്ലാതെ കിടന്ന ആ മകൻ ആ നിമിഷം തന്നെ കണ്ണു തുറന്നു. ഡോക്ടർമാർ അതിനെ മിറക്കിൾ എന്ന് വിളിച്ചു. എന്നാൽ ക്വാണ്ടം സയൻസ് അതിനെ വിളിക്കുന്നത് ക്വാണ്ടം എൻഡാങ്കിൾമെന്റ് എന്നാണ്. സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട രണ്ട് ഊർജങ്ങൾ തമ്മിൽ ദൂരപരിധിയില്ല. ആ അമ്മയുടെ ഹൃദയം പുറപ്പെടുവിച്ച ആ സ്നേഹത്തിന്റെ സിഗ്നൽ പ്രപഞ്ചം അത് ഉടനെ തന്നെ അത് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇതുപോലെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൂരങ്ങളില്ലാതാകും, തടസ്സങ്ങളില്ലാതാകും. ഇന്നു മുതൽ ഒരു ശീലമാക്കുക. വഴിയിൽ കാണുന്ന ഒരു പൂവിനോടോ, നിങ്ങളെ സഹായിക്കുന്ന ഒരു അപരിചിതനോടോ, അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളോട് തന്നെയോ അല്പം സ്നേഹത്തോടെ സംസാരിക്കുക. ആ ഹൈ ഫ്രീക്വൻസിയിൽ നിങ്ങളായിരിക്കുമ്പോൾ പ്രപഞ്ചം അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്നു തരും. നമ്മുടെ അവസാനത്തെയും ഏറ്റവും വേഗമേറിയതുമായ താക്കോൽ സന്തോഷം അഥവാ ജോയ് ആണ്. ക്വാണ്ടം ഫീൽഡ് ഇതിനെ ഹൈ വെലോസിറ്റി ഫ്രീക്വൻസി എന്ന് വിളിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര കാലതാമസം എടുക്കുന്നത്? കാരണം നമ്മൾ കാത്തിരിപ്പിന്റെ ഫ്രീക്വൻസിയിലാണ്. കാത്തിരിപ്പ് എന്നാൽ ഇല്ലായ്മ എന്നാണ് അർത്ഥം. എന്നാൽ നിങ്ങൾ സന്തോഷവാനായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഡൊപാമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ കെമിക്കലുകളൊക്കെ നിറയുകയാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ബോധം സമയത്തിന് അതീതമായിട്ട് മാറുകയാണ്, ടൈംലെസ്നെസ്സിലേക്ക് മാറുകയാണ്. നിങ്ങളൊരു കാര്യം സന്തോഷത്തോടെ ചെയ്യുമ്പോൾ സമയം പോകുന്ന അറിയില്ലല്ലോ. ആ നിമിഷമാണ് നിങ്ങൾ ക്വാണ്ടം ഫീൽഡുമായി 100% അലൈനാകുന്നത്. നിങ്ങൾ എത്രത്തോളം ആനന്ദത്തിലാണോ അത്രയും വേഗത്തിൽ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഭൗതിക രൂപത്തിലേക്ക് എത്തിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് സന്തോഷിക്കാൻ ഒരു വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ബലൂൺ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയെ കണ്ടാൽ അവർ ആനന്ദത്തിന്റെ കൊടുമുടിയിലായിരിക്കും. ആ കുട്ടിയുടെ ലോകത്ത് തടസ്സങ്ങളില്ല, പരാതികളില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അത്ഭുതകരമായി നടക്കുന്നത്. അവരുടെ ജോയ് ഫ്രീക്വൻസി അത്രയും ക്ലീൻ ആണ്. നമ്മൾ വളർന്നപ്പോൾ ഈ ആനന്ദത്തിന് നമ്മൾ കണ്ടീഷനുകൾ വെച്ചു. എനിക്ക് ആ ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, എനിക്ക് വീട് പണിത് കിട്ടിയാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സമാധാനമാകും. ഇങ്ങനെ നമ്മൾ സന്തോഷത്തെ ഭാവിയിലേക്ക് മാറ്റിവെച്ചു. പ്രപഞ്ചം കരുതും, ഇയാൾക്ക് ഇപ്പൊ സന്തോഷമില്ല, ഇയാൾക്ക്
അപ്പോൾ ഇനിയും കാത്തിരിപ്പ് തന്നെ നൽകാം എന്ന് പ്രപഞ്ചം തീരുമാനിക്കുകയാണ്. ഇന്നു മുതൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ കാരണങ്ങളില്ലാതെ സന്തോഷിക്കാൻ പഠിക്കൂ. ഇനിയും ആ സന്തോഷത്തിന്റെ കൊടുമുടിയിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആ സന്തോഷമാണ് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ ആ സമൃദ്ധിയുടെ ഇന്ധനം എന്ന് പറയുന്നത്. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 4-ൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുവിൻ. ഉപനിഷത്തുകൾ പറയുന്നത് എങ്ങനെയാണ്? ആനന്ദാധ്യേവ ഖല്യുമാനി ഭൂതാനി ജായത. ആനന്ദത്തിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടായത്. ആനന്ദം എന്നത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് ആനന്ദം ഒരു ലക്ഷ്യമല്ല, അതൊരു വഴിയാണ്. ജോയ് ഈസ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് ദ പാത്ത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു മാസ്റ്റർ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. കൃതജ്ഞതയിലൂടെ നമ്മൾ വിത്തിട്ടു, സ്നേഹത്തിലൂടെ അതിനെ പരിപാലിച്ചു, ആനന്ദത്തിലൂടെ സന്തോഷത്തിലൂടെ അതിനെ വേഗത്തിൽ വളർത്തി. ഈ 3 താക്കോലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ താഴെ കമന്റിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് കമന്റ് ബോക്സിൽ എഴുതുക. ഞാൻ ഇപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് നിങ്ങളോട് പറയാൻ ശ്രമിക്കാം. നിങ്ങളുടെ വൈബ്രേഷൻ ഉയരട്ടെ, പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കൂടുതൽ അത്ഭുതങ്ങളുമായി നമുക്ക് കാണാം. I am your guide and you are the universe and energy.